Okay, good morning, dears. Now you can mark your attendance, all of you. Arava, Niyada, Srayan, Pipi, Devarsha, Alan Joseph, Aditanu, Devang, Biona, Dikshit, Neila Shakir, Gia Rose, Nilanchana, Ayusha, Nivedya, Nazamariam, Rayan, Ayabel Matthew, Jovin, Joel, Amurda, Aman Madhava, Rayan, Razin Yusuf, Muhammad Abis, Ishika Raj, Devarsha, Muhammad Abis, Shahabara, Viona, Vida. Okay. Did everybody mark your attendance? Yes, then shall we study maths now? And where did Jayshree stopped your maths, or how much portion did you have you completed? Please say the page number. Page number 105. 105. Oh, adding three two-digit numbers with the regrouping. Okay. Yes. English. Not English. It's math class. Maths. Today onwards I will teach you maths. Okay. Hereafter, Mercy Miss will teach you English and maths. Abis, where is Abis? I can't see your face, Abis. Okay, good. Maths. Now it's maths period. I will teach you maths. In English period, I will teach you English. Today you do not have English. Again, you have Friday. I think now you have English. Yes. Okay. Now, I think someone has to mute. Some sound is coming. Please mute and keep yourself. When it is necessary, only you have to unmute. Good morning, Miss. Yes, good morning, dear. Razin Yusuf, can you on your video? Razin Yusuf, yes, after a long time I'm seeing you, my dear. Kore naalayle, Miss English class lo kunyine kanditilla. Agi exam inde annum pinne oru divasam kanditullu alle? Yes, Chakkai. Yes. Page number എത്രയെന്ന് പറയോ? 105. 105 ലല്ലേ മിസ് നിർത്തിയത്? ജയശ്രീ മിസ്. Razin, how are you? I am fine. Okay. ഇനി എനിക്കൊരു ഇർഷാദിനെ കൂടെ കാണാനുണ്ട്. ഇർഷാദിനെ ഞാൻ കണ്ടിട്ടില്ല. രാവിലത്തെ ക്ലാസ്സിൽ കയറാറേയില്ല ഇർഷാദ് കൂട്ടത്തിൽ. Those who have to on the video, please on it. Richard, Savio, Muhammad Muftazim. On the video. Yes. 38 അല്ലേ പേജ്? 38. I don't know. നിങ്ങൾക്ക് ജയശ്രീ മിസ് എവിടെയാ സ്റ്റോപ്പ് ചെയ്തത് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ പേജ് 105 എന്ന് പറഞ്ഞു. 105 എന്ന് പറയുന്നു, കറക്റ്റ് ആണോ? 105 കംപ്ലീറ്റഡ് ആണോ? 105 കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കാവ്യ മിസ് എടുത്ത ഒരു ദിവസം ക്ലാസ് എടുത്തില്ലായിരുന്നോ? അന്ന് കംപ്ലീറ്റ് ചെയ്തോ? Yes. Then yes. Page 106, 106 അല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ചെയ്തായിരുന്നോ? ഏതാ? 51, 23 plus 17 ചെയ്തോ? Second one 28, 34, 36. അതെല്ലാം ചെയ്തു. അത് ലാസ്റ്റ് വരെ ചെയ്തോ? 27, 38, 20 വരെ ചെയ്തോ?
ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് 14, 23, 50 അല്ലേ? ഇനി അതാണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, വാട്ട് യു ഹാവ് ടു ഡു ഈസ് വൈൽ ടീച്ചർ ഈസ് ടീച്ചിങ് യു ഷുഡ് നോട്ട് ടേക്ക് യുവർ പെൻസിൽ ഇൻ യുവർ ഹാൻഡ്. നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് പെൻസിൽ കൈ പിടിച്ചുകൊണ്ടിരിക്കണ്ട. എന്താന്ന് വെച്ചാൽ പിന്നെ അതുകൊണ്ട് അവിടെ വരച്ചു ഇവിടെ വരച്ചു അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അങ്ങ് ഇരിക്കും. അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കാതെ വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യണം, പെൻസിൽ താഴെ വെക്കുക. മിസ് പറയുന്ന സമയത്ത് മാത്രം പെൻസിൽ കയ്യിലെടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചോണ്ടൊക്കെ ഇരിക്കും. പിന്നെ ക്ലാസ് ശ്രദ്ധിക്കാതെ വരും, പിന്നെ ലെസൺ മനസ്സിലാവില്ല. ഓൾറെഡി വി ആർ സോ ബാക്ക് നൗ. ഒരുപാട് പിറകിലാണ്, ഇനി ഒത്തിരി എടുക്കാനുണ്ട് അല്ലേ? നമ്മുടെ ഈ ഇപ്പൊ ഇത് 1 മാസത്തിനുള്ളിൽ ഇതിൽ മൊത്തം തീർക്കേണ്ടതാണ് മാത്സ്. പക്ഷെ എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് പോകണം. ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി മിസ്, ഈവൻ ഇഫ് യു ഡു നോട്ട് ഹാവ് മാത്സ് പീരിയഡ്, ഡെയിലി ഐ വിൽ ഗിവ് യു ഹോംവർക്ക്. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് കീപ് യുവർ മ്യൂട്ടഡ്. ഡോണ്ട് അൺമ്യൂട്ട്. ഞാൻ പറയുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. വീട്ടിൽ വെച്ച് എല്ലാവരും അനെ എല്ലാ ദിവസവും ഡെയിലി ഐ വിൽ. ഡാനിയൽ, വൈ ഡിഡ് യു അൺമ്യൂട്ട്? പ്ലീസ് മ്യൂട്ട് ആൻഡ് കീപ്. ഓക്കെ, സേ ഡെയിലി ഐ വിൽ ഗിവ് യു ഹോംവർക്ക്. എല്ലാ ദിവസവും ഹോംവർക്ക് ഉണ്ടാവും മാത്സിന്റെ. കാരണം നമുക്കിന്ന് പിന്നെ ഇനി പോർഷൻ ഒരുപാട് തീർക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് കംപ്ലീറ്റ് ദ ഹോംവർക്ക് ഡെയിലി ആൻഡ് ദെൻ യു ഹാവ് ടു സെൻഡ് ഇറ്റ് ബിഫോർ ഈവനിങ് ഇറ്റ്സെൽഫ്. നൈറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഹോംവർക്ക് അയച്ചു തന്നിരിക്കണം എല്ലാ ദിവസവും. മിസ് അങ്ങോട്ട് വിളിക്കാനൊന്നും നിന്നേക്കല്ലോ കേട്ടോ. കർസീവ് റൈറ്റിംഗ് എഴുതി അയക്കുന്നത് പോലെ വേർ ഈസ് യുവർ കർസീവ് റൈറ്റിംഗ്, വേർ ഈസ് യുവർ കർസീവ് റൈറ്റിംഗ് ഒന്നും ചോദിച്ചോണ്ടിരിക്കാനൊന്നും സമയമില്ല. അവിടെ മാത്സിന്റെ വേഗം എഴുതി കൃത്യസമയത്ത് എല്ലാ ഹോംവർക്കും അയച്ചു തരണം. ഹിയർ നമ്മുടെ സ്കൂളിൽ ഒരു വലിയ ട്രോഫി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് സാറ് പറഞ്ഞായിരുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ പിള്ളേർക്ക് കൊടുക്കാം. ബെസ്റ്റ് ക്ലാസ്സിനാണ്. അതിപ്പോ എല്ലാവരും കൂടി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ടുപോകും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് കൊടുക്കണോ സെക്കൻഡിന് വേണോ എന്നുള്ളത്. ഇഫ് യു സെൻഡ് യുവർ ഹോംവർക്സ് കറക്റ്റ്ലി ആൻഡ് റെഗുലർലി യു വിൽ ഗെറ്റ് ദ പ്രൈസ് ഓർ ട്രോഫി. അതർവൈസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആർ റെഡി. അവരെ നേരത്തെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആകും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവർ കൊണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് നാണക്കേടാ. നിങ്ങളെക്കാൾ ചെറിയ പിള്ളേർ ട്രോഫി മേടിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ അവർ കൂവും. അജ്ജെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആർ നോട്ട് സോ ഗുഡ് എന്ന് പറയും. So which class should get the trophy? First or second? Second standard. Okay, if second standard students wants to get the or wins the trophy, you have to do your homework regularly. ഇവിടെ ചിലവരുണ്ടല്ലോ ഇതുവരെ ഹോംവർക്ക് ഒന്നും വായിക്കാത്ത കുഞ്ഞ് കള്ളന്മാരും കള്ളികളും ഒക്കെ ഉണ്ടല്ലോ. ഇംഗ്ലീഷിന്റെ കർസീവ് റൈറ്റിംഗ് ഒന്നും ഇതുവരെ എഴുതാൻ തുടങ്ങാത്തവരും 1-2 പേജൊക്കെ എഴുതിയവർ. കഴിഞ്ഞ ദിവസം ഞാൻ 2 ബുക്ക് കർഷൻ ചെയ്തേ. ബുക്ക് കർഷൻ പേജസിലാണ് ഹോംവർക്ക് എഴുതിയിരിക്കുന്നത്. എന്താ ഷഹബറ? നമുക്ക് പ്രശ്നമായോണ്ട് ഞാന് കഴിഞ്ഞ ഷഹബറ അൺമ്യൂട്ട് ചെയ്തിട്ടാണ് വർത്താനം പറയുന്നത് അല്ലേ അവിടെ അമ്മയോട്. ഷഹബറ ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്യുന്നത്. നോട്ടല്ലേ ഷഹബറ, എല്ലാവരോടും കൂടെ പറയുന്നേ. ആവശ്യമില്ലാതെ എന്തെങ്കിലും വീട്ടുവിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ കേൾക്കേണ്ട സമയമില്ല. പിന്നെ നമുക്ക് അതിനൊരു പീരീഡ് തരാം. ഇപ്പൊ നമുക്ക് വീട്ടുവിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഹോംവർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നല്ല മക്കളാകുക. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിള്ളേർ നിങ്ങളെ നോക്കി നിർത്തി ട്രോഫിയും കൊണ്ട് അവരവരുടെ വീട്ടിൽ പോകും. ശരി, നമ്മളിപ്പോ നിങ്ങൾ അഡീഷൻ ആണ് നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നത്. ദാറ്റ് ടു 3 numbers, 3 sets of numbers with 2 digit numbers. അവിടെ ട്രോഫി. ഇത്ര നേരം പറഞ്ഞപ്പോ ഷഹബറ എവിടെയായിരുന്നു കേട്ടോണ്ടിരുന്നത്? എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കുക. 3 തവണ 4 തവണ ഒരു പേജ് 106 പേജ് 106. ഷഹബറയുടെ ഒരു ക്യാരക്ടർ ഞാൻ നോട്ടീസ് ചെയ്തത്, ഷഹബറ ഒരിക്കലും ക്ലാസ് ശ്രദ്ധിക്കാറില്ല. എവിടെയെങ്കിലും വേറെ ആൾക്കാരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ഇടയ്ക്ക് കയറി വന്നിട്ട് മിസ്സേ ഏത് പേജ് ഏത് ലെസൺ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഷഹബറ ഇനി ചോദിച്ചാൽ ഞാൻ പറയൂല, കാരണം ഷഹബറ ശ്രദ്ധിക്കാത്തതാണ്. കാരണം മമ്മിയോട് വർത്താനം പറയാൻ പോകും, ചേട്ടനോട് വർത്താനം പറയാൻ പോകും, ചേച്ചിയോട് വർത്താനം പറയാൻ പോകും അല്ലേ. അതുകൊണ്ട് ഇത് ലാസ്റ്റ് ടൈമാണ് പേജ് 106. ഇനി ഇടയ്ക്ക് സംസാരിക്കാൻ പോകില്ല. അപ്പൊ ഇവിടെ പറയുന്നത് കിട്ടൂല കേട്ടോ.
Okay. Shakabana, page 106. Now, 106 തന്നിരിക്കുന്ന നിങ്ങൾ രണ്ടെണ്ണം ചെയ്തു എന്ന് പറഞ്ഞു. 14 plus 26 plus 50 ആണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ആദിത്യ അനൂപാണ് എന്റെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. ഓക്കെ, ആദിത്യ അനൂപ്. എല്ലാം ഹോംവർക്ക് ചെയ്താണോ? ഇവിടെ ആർക്കും ചെയ്തില്ല. ഓക്കെ, ഇഷിക. Some students did not do it, sir. അത് ആർക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ആളാരായിരുന്നു? ആദിത്യ അനൂപ് അല്ലേ? ആദിത്യ അനൂപ്. First is 14. ഒരു മിനിറ്റ്, അയ്യോ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടില്ല അല്ലേ? One second. Okay. Where is Aditya Anup? Please raise the hand. Okay, are you ready to do the message? Yes, okay. Ready now? Okay, I will share the screen. What is the day for 14? Left. 14, 26, 50, plus 50. ഓ എന്റെ പൊന്നു മക്കളെ, നിങ്ങളോട് മലയാളത്തിലല്ലേ മിസ് പറഞ്ഞത്? ചിലവര് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട കേട്ടോ. ഓക്കെ, now ആദിത്യ അനൂപ്, where are you? Let me see. ആദിത്യ അനൂപ് എവിടെയാണെന്ന് നോക്കട്ടെ. ഷഹബറാൻ വർഷ, ആദിത്യ അനൂപ്. ഓക്കെ ആദിത്യ, can you do it now? 14 plus 26 plus 50. മുഹമ്മദ്, don't draw on the screen now. പിന്നെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കല്ലോ. ചുമ്മാ ഇത് പടം വരയ്ക്കാനുള്ള സമയമല്ല. നിങ്ങൾ സ്ക്രീനിൽ ഒരു പണി എടുക്കണ്ട. ആദിത്യ അനൂപ് ജസ്റ്റ് വേർ ഈസ് ആദിത്യ അനൂപ്? അവിടെ ഒരു മിനിറ്റ്, ഞാനിവിടെ സ്ക്രീൻ റെഡിയാക്കി വന്നതായിരുന്നു, ഇപ്പോഴത് പോയി പോയെന്നല്ലേ. Yes, Aditya Anup, I can see you now. 14 plus 6. First, how to do now? Aditya രണ്ടെണ്ണം ആദ്യം കൂട്ടുക, അതിനുശേഷം അതിനോടുകൂടി third one. First 4. Here 4 plus 6. This you have to add 4 plus 6. Take 4 fingers and 6 fingers. So totally how much will be there? Aditya ഒന്ന് unmute ചെയ്തേ മുത്തേ. Please ഒന്ന് unmute ചെയ്യാ. ആദിത്യ അനൂപ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യ് ചക്കരെ. ഓക്കെ ഓക്കെ. അല്ല മോൻ ഇവിടെ ശ്രദ്ധിക്കാം, മിസ്സിനെ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് നമുക്കിപ്പോ 6 ഫിംഗേഴ്സ് ഉണ്ട്, പിന്നെ 4 ഫിംഗേഴ്സ്. പക്ഷെ അത് രണ്ടും കൂടെ വരും അല്ലെ? ഒരു കയ്യിലെ വിരൽ തികയല്ല 6 എന്ന് പറയുമ്പോൾ. We have only 5 fingers. Mubtasim, please listen here.
ശ്രദ്ധിക്കണേ ഇവിടെ. Okay, ഒരു കയ്യിൽ നമുക്ക് we have only 5 fingers. So if the number is above 5, what you have to do? You have to take the fingers or count the fingers from the next hand. അടുത്ത കയ്യിൽ നിന്ന് എടുക്കണം. അപ്പൊ നമുക്ക് ബാക്കി ഫിംഗേഴ്സിനെ കിട്ടാൻ നമ്മുടെ കയ്യിൽ തികയല്ല. പിന്നെ ചേട്ടന്റെയോ ചേച്ചിയുടെയോ പപ്പയുടെ മമ്മിയുടെ ഒക്കെ വിരലെടുത്തിട്ട് വരേണ്ടി വരും അല്ലെ? അവര് തരുവോ? ഇല്ല. അവര് വിരലെടുക്കാൻ ചെന്ന് ഓടിച്ചു വിടും നമ്മളല്ലേ? അതുകൊണ്ട് അത് നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? What you have to do? I don't know which method you have followed. So നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ 2 നമ്പർ ഉണ്ടോ? അപ്പൊ നമുക്ക് ഒരു കയ്യിൽ കൂടുതലുള്ള വിരലുള്ളെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? 6 fingers അല്ലെങ്കിൽ 7 fingers, 8 fingers ഒക്കെ വരുന്നത്. That we have to keep it on mind. നമ്മൾ അത് മനസ്സിലേക്ക് വെക്കുക. ഫിംഗേഴ്സ് എടുക്കണ്ട. നിങ്ങൾ you have studied the after numbers, before numbers, between numbers and all, isn't it? Dina, which number comes after? അത് പഠിച്ചിട്ടുള്ളതല്ലേ? ഏത് നമ്പറാണ് ആഫ്റ്റർ നമ്പർ ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 4 and 6 is there. So you have to keep the 6 in your mind and 4 fingers you have to take. Take 4 fingers. 4 fingers എടുക്കുക. ആദിതനു. Yes. Then 6 ഉണ്ട്. 6 into 6 നമ്മൾ മൈൻഡിൽ വെച്ചേക്കുന്നത്. So we have to add 4 with 6. So after 6 which number comes? Which number comes after 6? 10. 6 കഴിഞ്ഞിട്ട് ഏത് നമ്പർ ആണ് വരുന്നത്? 7, 8, 9, 10. Okay, Adithanu's answer is correct. The method is നമ്മൾക്ക് വലിയ നമ്പർ നമ്മൾ മൈൻഡിൽ വെക്കുക, ബാക്കി ഫിംഗേഴ്സ് എടുക്കുക. ബിഗ് നമ്പർ ഈസ് ഹിയർ 6. ഇവിടുത്തെ വലിയ നമ്പർ 6 ആണ്. 6 നമ്മൾ മൈൻഡിൽ വെക്കുക, ബാക്കി വരുന്ന 4 fingers. So we have to take 4 fingers. Then we have to add 4 to the 6. So after 6, 7, 8, 9, 10. Okay, so 10 വന്നു. 10ന്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയാകും ദീക്ഷിത്? So 10ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ 10 തന്നെ വരും അല്ലേ? It will be 10. So what you have to write here? 1 second. Okay, you have to write here 0. 1 0. You have to 6 plus 4 is equal to 10. 10 plus 0 is equal to 0. 10. അപ്പൊ നമ്മൾ ഇവിടെ 10ന്റെ ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഇവിടെ എഴുതണം. So 0. Then 1 balance is there, remainder അല്ലേ? Balance, remainder എന്ന് പറഞ്ഞാൽ ശിഷ്ടം എന്ന് പറയും. Can you hear me clearly? 0. അല്ല, മിസ് പറയുന്ന മക്കൾ കേൾക്കുന്നുണ്ടോ? Yes, okay. So നമുക്ക് ഈ 10ന്റെ ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ ഇവിടെ എഴുതുക. ബാലൻസ് ഈസ് there. 10ന്റെ 1 ഇപ്പുറത്ത് ബാക്കിയുണ്ട് അല്ലേ? അതിനെ നമ്മളിവിടെ ഒരു ചെറിയൊരു അടയാളം പോലെ മറന്നു പോകാതിരിക്കാൻ മാറ്റി എവിടെയെങ്കിലും എഴുതി വെക്കുക. അതിന് കൂടുതലൊന്നും എഴുതരുത് കേട്ടോ. So this is the remainder. Remainder means ബാലൻസ്, ശിഷ്ടമായിട്ട് വരുന്നത്, ബാക്കി വരുന്നത്. ആ 1നെ ഇവിടെ വെച്ചു. Next now we have to add these types numbers, this second row numbers. So 1 plus 2 is equal to how much? 1 plus 2, take 1 finger in one hand and 2 fingers in another hand. And Aditanu, what will be the answer? 2 plus 1 is equal to 10. 2 plus 1 is equal to 10 എന്നാരാ പറഞ്ഞേ? ഇതാരാ ഈ വരച്ചയാള്? ഞാൻ പറഞ്ഞായിരുന്നു ഒരൊറ്റ ആള് വരയ്ക്കരുതെന്ന്. പിന്നെ എന്താ നിങ്ങൾക്കോ? Aditanu, are you there? Yes. Yes, then answer me. 2 plus 1 is equal to 3. Okay. 3യുടെ കൂട്ടത്തിൽ നമ്മൾ 5 കൂടെ കൂട്ടാനുണ്ട്. Here 1 is there, 2 plus 3 is 2 plus 1 is equal to
3. 3 plus 5 is equal to 5. Okay, count it after, take 5 fingers and then count after 3, 4, 5, 6, 7, 8. ഈ 8 ഇവിടെ എഴുതിയാ മതിയോ? No, we have one reminder we have kept aside, isn't it? നമ്മളൊരു സൈഡിലോട്ട് മാറ്റി നമ്മുടെ ഒരു പഴയ 1നെ മാറ്റി വെച്ചിട്ടില്ലേ? അവനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണം, അവനെ ഉപേക്ഷിച്ച് കളയാൻ പാടില്ല. So go and bring that 1 to this 8. So 8 plus 1 is equal to 9. 9. So you have to write here 9. So what is the answer? 90. 90. 90, not a 90. 90, 90. 14 plus 26 plus 50 is equal to 90. Those who have done this answer, is it your answer correct? നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്തവരുടെ ആൻസർ കറക്റ്റ് ആണോ? Yes, correct. Very good. 90. Next. Next one is next അടുത്ത ആള് 19 plus 45 plus 30 അല്ലേ? Nineteen 45 plus 30 as a 45 plus 30. Okay, now this time Dikshit has to answer. Okay, Mone, okay. Dikshit, can you try to answer this? പാവത്തിന്റെ നോട്ടം നോക്കിക്കേ, ഒന്നുമില്ല. Okay, cool down and now try to answer this. Dikshit, are you ready? So first you have to add. Look at this screen. Dikshit, please look at the screen. ഒന്ന് മോനെ ചക്കര കുട്ടോ സ്ക്രീനിൽ നോക്ക് മോനെ. Now don't add. Screen നോക്ക്. This is 9, this is 5 and this is 0. First you have to add like this in this row. So 9 plus 5 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. So you cannot take. എന്ത് ദീക്ഷിത് ഇവിടെ കാണുന്നില്ല, സ്ക്രീനിൽ നിന്ന് പോയോ? എന്റെ സ്ക്രീനിൽ നിന്ന് പോയോ കുഞ്ഞി? Are you there, ദീക്ഷിത്? എന്താ കാണുന്നില്ല, സ്ക്രീനിൽ നിന്ന് പോയി. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് 4 പേരെ കാണത്തുള്ളൂ, അതുകൊണ്ടാണേ. ഞാൻ എവിടാന്ന് തപ്പിയൊന്നും എടുക്കട്ടെ. ഫിയോണ, ജോവിൻ, അമാൻ, റയാൻ. യെസ്, കിട്ടിപ്പോയി. ഓക്കെ, നിശ്ചിതുട്ട ബാക്കിയുള്ളവർ സൈലന്റ് ആയിട്ടിരുന്നേ. So you have to keep 9 in your mind and take 5 fingers. After 9, take 5 fingers. Dishit, 5 fingers എടുത്തേ. എന്തുവാ? Dishit answer ചെയ്തോ മോനെ? Take 5 fingers. 5 fingers എടുത്തേ. 9 plus 5 എത്രയാ? മോനെ 5 fingers എടുക്ക ആദ്യം. ചക്കര ഇവിടെ നോക്ക്, നീ മോനെ ഇങ്ങ് നോക്കട മോനെ, ടീച്ചറിനെ നോക്ക്. ദീക്ഷിത്തെ മോനെ 5 fingers എടുക്ക. മിസ് പറഞ്ഞു തരാം കുഞ്ഞിന്. 5 fingers എടുത്തേ. ഇങ്ങനെ കാണിച്ച 5 fingers ഇങ്ങനെ എടുക്ക. ഇങ്ങ് നോക്ക, എന്റെ മുത്തിങ്ങ് നോക്കിക്കേ. 5 fingers എടുക്ക മോനെ. ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? How many fingers are there in your hand? One hand. 5. Okay, take 5 fingers. Sure. വേണ്ട കുഞ്ഞെ, മിസ് പറയുന്നത് കേട്ട്. 5 fingers എടുത്തില്ലേ? ഓക്കെ, 9 ഓൾറെഡി മൈൻഡിലുണ്ട്. ആഫ്റ്റർ 9 9 fingers. മോനോട് 5 fingers എടുക്കാനല്ലേ മിസ് പറഞ്ഞേ? 5 fingers എടുക്കേക്കറ. 5 എടുത്തു. ഓക്കെ, ഇനി 9 അപ്പുറത്ത് മാറ്റി വെച്ചിട്ടില്ലേ? മൈൻഡിൽ വെക്കാൻ പറഞ്ഞില്ല, മനസ്സിൽ വെക്കാൻ പറഞ്ഞില്ല ഒരു 9.
ആ 9ന്റെ കൂടെ ഈ 5 ആഡ് ചെയ്യണം. ആഫ്റ്റർ 9 which number comes after 9? 10. കൗണ്ട് 10. 11. കൗണ്ട് ഫിംഗേഴ്സ് ഓരോന്ന് മടക്ക്. 14. Okay. So 9 plus 5 is equal to 9 plus 5 എത്ര കിട്ടിയ ഒരു ഉത്തരം? 14. Very good boy. So 9 plus 5 is equal to 14. Wait. ബാക്കി വണ്ടേ ഇനി പോകല്ലോ. ഗുഡ് ബോയ്. ഇത്ര നന്നായിട്ട് ചെയ്യാൻ അറിയാലോ. പിന്നെന്താ സങ്കടം? Yes. Now 9 plus 5 is equal to 14. 14 plus 0 എത്രയാണ്? What is 14 plus 0? 14 തന്നെ അല്ലേ? ഒരു നമ്പറിന്റെ കൂടെ if you add 0, same number will be the answer. So here 14. So നമ്മൾ 14 മൊത്തം ഇവിടെ എഴുതാൻ പറ്റുമോ ഇപ്പം? ഇല്ല, because this side ഈ സൈഡിലുള്ള നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അല്ലേ? So we have to write first number of 14, that is 4. So we will write 4 here. ഇനി 1 നമ്മൾ മാറ്റി വെക്കണം, സൂക്ഷിച്ച് മാറ്റി വെക്കണം. 14ന്റെ 4 എഴുതിയിട്ടുള്ളൂ. 1 should be here but should not write here. That is a reminder. So we have to keep 1 here. അത് മാറ്റി വെക്കുക. ഇനി here these numbers we have to add. Now 1 plus 4, very simple. Take 4 fingers in one hand and 1 finger in another hand. Dikshit, 4 finger ഒരു കയ്യിലെടുത്തേ കുഞ്ഞു. എടുത്താ? ഇല്ലേ? ഫിംഗേഴ്സ് ഒന്നും ഇല്ലേ ദീക്ഷത്തിന്? ഇല്ലേ? 2 കയ്യിലും ഇല്ല ഫിംഗേഴ്സ്? ആ ഫിംഗേഴ്സ് ഇല്ലാത്ത ഹാൻഡ് ഒന്ന് കാണിച്ച മിസ്സിനെ. അപ്പൊ ദീക്ഷത്ത് കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നേ? ദീക്ഷത്തിന്റെ അമ്മ അവിടെ ഉണ്ടോ? ഓക്കെ ശ്രദ്ധിച്ചിട്ടോ. ഞാൻ അടുത്ത ആളിലേക്ക് വെക്കാളാം. അവിടെ അമൃത, അമ്പടി കുഞ്ഞിക്കല്ലി ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കണം അല്ലേ? എന്നെ പൊക്കി ഇതിപ്പം. ഓക്കെ അമൃത കുട്ടി, here 9 plus 5 plus 0 is equal to 14. So 4 we have written and remainder we have kept to one side. Now Amrita, please listen. ദീക്ഷിത് വിചാരിക്കുന്നത് എന്താ അമ്മോ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നല്ല ദീക്ഷിത്തെ? ചിരി നോക്കിക്കേ. ഓക്കെ അമൃത പെട്ടു അല്ലേ? അമൃത നോക്കേ, അമൃത കുട്ടി ഇവിടെ ശ്രദ്ധിക്കേ. അമൃത 4 plus 1. Take 4 fingers and 1 finger. 4 plus 1 അത്ര. 4 plus 1. Take 4 fingers and 1 finger. 5 plus 1 5. 5 plus one more is there, 3 is there, isn't it? Okay, 4 plus 5 plus 3. 9. 5 plus 3. Take 5 fingers and 3 fingers. 5 fingers plus 3 fingers. After 5. 5 plus 3. 5, 6, 7, 8. 8. Okay. Only Amrita has to answer. Others have to mute and keep. Okay. Okay. 8. Now here we have kept already one there. Reminder. Engu മാറ്റിക്കൊണ്ട് വെച്ചിട്ടില്ലേ? ആ റിമൈൻഡറിനെ തിരിച്ചെടുത്തോണ്ട് വരണം. അപ്പൊ ഇവിടെ already 8 is there. Here we have already 8. 8 plus 1 9. Very good. So we will write here. Oh, and the 9 ingane ayipoyi. Saravilla. Okay, 9. So this is the answer. What is the answer, Amrita? Answer പറഞ്ഞു കൊടുക്ക്. 9. Answer എത്രയാ? Total answer.
Very good. Very good. Dikshit and Amrita. Dikshit also answered a little bit. Pinna net problem adondana Amrithilekku poyathu. Okay. Congratulations to both of you. So answers you can write there 19 plus 45 plus 30 is equal to 94. Okay. Next I am going to catch our Ayush. Ayush VB ആണ് അടുത്ത ആളെ. Okay, മോനെ ആയുഷിന്റെ നോട്ട് നോക്കിയോ അമ്മോ ഈ മിസ് എന്നെ മാത്രമേ കണ്ടുള്ളൂ എന്നല്ലേ. Okay, next one is 27. അയ്യോ ഇത് വലുതായി പോകും അല്ലേ, വേണ്ട. Uh, 27 then 38 next 20. Okay, now Ayush, ready le? Please unmute. First you have to add 8 plus 7. So these are above 5. So your two hands will not be enough. So keep the one number in your mind. ഒരു നമ്പർ മനസ്സിൽ വെക്കുക, ഒരു നമ്പറിന്റെ അത്ര ഫിംഗേഴ്സ് എടുക്കുക. So I think you might have kept 8 in your mind. Then 7 fingers എടുക്കുക. എടുത്തോ? Yes. Yes. Okay. After 8. After 8. 8 കഴിഞ്ഞിട്ട് എത്രയാണ്? 1. കുഞ്ഞു 8 മനസ്സിൽ വെക്കുക, 7 fingers എടുക്കുക. Did you take 7 fingers? 8. Ayush baby, can you hear me? മോനോട് തന്നെ ചോദ്യം. മോനെ 7 fingers എടുത്തോ? Yes. Now നമ്മുടെ 8 മൈൻഡിലില്ലേ, മനസ്സിലില്ലേ? 8 നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ? 8ന്റെ കൂടെ ഈ 7 കൂടി ആഡ് ചെയ്യണം. So after 8 next number is 9. 10. ബാക്കിയെല്ലാം കൗണ്ട് ചെയ്യാം. 11. 12. 13. 14. 15. So 7 plus 8 is equal to 15. ഇനിയിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങി സ്കൂളിലേക്ക് വരാൻ തുടങ്ങുമ്പോ അമ്മമാരുടെ കൈയൊക്കെ വെട്ടിക്കൊണ്ട് വരേണ്ടി വരുമല്ലോ അല്ലേ? വിരലൊക്കെ മുറിച്ചോണ്ട് വരേണ്ടി വരുമല്ലേ കൗണ്ട് ചെയ്യാൻ വേണ്ടി? Okay, 7 plus 8 is equal to 15. 15 plus 0 is equal to 0. Sorry, 15. അല്ലേ? 15. Okay. Now is equal to 15. 15 നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത്? What should we have to write there? 5. Okay, 5. Oh. Five. Remainder is there, no? How much is the remainder? 1. We have to write in little part. Mark it. Okay. So next 2 plus 3. Take 2 fingers and 3 fingers. 3 also. One hand 3 fingers, matte kaile 2 fingers. Okay. Now totally how many fingers are there? 5. Okay. So 2 plus 3 is equal to 5. Again 2 more are there. 5 plus 2 is equal to 5 plus 2 is equal to 7. And the remainder is there 1. So you have to add that. 1. So 7 plus 1 is equal to 8. എന്റെ മൗസ് നീങ്ങുന്നില്ലല്ലോ. കഷ്ടപ്പെട്ട് ഇത്ര നീങ്ങി. ഓക്കെ, ഈ 8 കണ്ടിട്ട് ചിരിക്കും കേട്ടോ, മൗസ് വർക്ക് ആകുന്നില്ല ശരിക്കും, അതുകൊണ്ടാണ്. സോ വാട്ട് ഇസ് ആൻസർ നൗ ആയുഷ്? 85 is the answer, isn't it? Okay, 85 is the answer.
That much did you write? അത്ര എഴുതിയോ? നിങ്ങൾ എഴുതിയതല്ലേ? Yes. ഇനിയും നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് ഉണ്ട്. നമുക്ക് ഇനി only 4 more minutes are left. This homework you have to do and send it to me by evening. ഈ homework ഒക്കെ മെർസിനിസിന് അയച്ചു തരേണ്ടത് കേട്ടോ. ഇംഗ്ലീഷ് ഹോംവർക്ക് പ്ലസ് മാത്സ് ഹോംവർക്ക് രണ്ടും മെർസിനിസിനാണ് അയച്ചു തരേണ്ടത് കേട്ടോ. ജയശ്രീ മിസ് തൽക്കാലം ലീവിലാ. മിസ്സിനൊരു എക്സാം ഉണ്ട്. എക്സാം ആയത് കാരണം മിസ് ലീവാണ്. Okay, next write in columns and add. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 106 who is that? Someone has unmuted. നോട്ട്ബുക്കിലോട്ടൊന്നും എഴുതാനില്ല. അതല്ലേ പറയുന്നത്, നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളതാണ് ഇപ്പൊ തരുന്നത് കേട്ടോ. നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളത് നമ്മളിപ്പോ ചെയ്ത വർക്കിന്റെ താഴെയുള്ളത് 32 + 49 + 10, 44 + 27 + 15, 52 + 18 + 16, 38 + 37 + 12. ഒന്നും മിണ്ടാതിരിക്കാവോ? എഴുതിയവരൊന്ന് സൈലന്റ് ആയിട്ടിരുന്ന്, എഴുതാത്തവർക്ക് ഹോംവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. പ്ലീസ് മ്യൂട്ട് ആൻഡ് കീപ് യു. ഇനി ആരെ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യുന്ന ആള് ഞാൻ നല്ല വഴക്ക് പറയും കേട്ടോ. മിസ് പറയുന്ന മുഴുവൻ മക്കൾ കേൾക്കണം. സമയം കളയില്ല. നമുക്ക് ഇനി 2 minutes ബാക്കിയുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം വെറുതെ പറഞ്ഞ സമയം കളയില്ലേ. അപ്പൊ അത് ലാസ്റ്റ് വരെയുള്ളത് 1 2 3 4 5 6 7 8 9 10 11 12 works are there that you have to do today itself and have to send to me. മനസ്സിലായോ? Did everybody understand what is homework? Okay, write it and send to me by evening. ഇന്ന് വൈകുന്നേരം തന്നെ. നീ മാത്സ് അടുത്ത ദിവസം ഉള്ളല്ലോ, ഫ്രൈഡേ ഉള്ളല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ബിയോണ ഇപ്പൊ എന്താ പെൻസിലും കൊണ്ട് പണിതോണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പെൻസിലും കൊണ്ടുള്ള പരിപാടി വേണ്ടാന്ന്. Keep down the pencil. Okay, so that is your homework. Then regrouping ones and tens. Add 27 + 34 + 15. എന്റെ ഷഹബറക്ക് ഈ മിസ് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. തരി പോലും ശ്രദ്ധിക്കുന്നില്ല. നീ എന്തിനാ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യുന്നേ? കുറച്ചു മുന്നേ അല്ല ഷഹബറയോട് പറഞ്ഞത് മിസ്. ഇത് ഹോംവർക്ക് ആണെന്ന് പറഞ്ഞു. 12 ഹോംവർക്സ് ഉണ്ട്. അത് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാനാണ് പറഞ്ഞത് കേട്ടാ. ഓക്കെ, ശ്രദ്ധിക്കണം മോളെ. മിസ്സുമാര് പറയുമ്പം ബിയോണയുടെ പെൻസിൽ താഴെ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ല. ട്രോഫി ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് കൊടുക്കുവേ. പറഞ്ഞ അനുസരിക്കാത്ത മക്കളുണ്ടെന്നറിയില്ല. ബിയോണ കാരണം സെക്കൻഡ് സ്റ്റാൻഡേർഡിന് ട്രോഫി പോകല്ലോ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആഡ് 27 + 34. യെസ്, മിസ് വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ. I will send it in WhatsApp. ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തരാവേ. അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് 1. അത് നമ്മൾ ചെയ്യണം. അത് ഓൾറെഡി അതിനകത്ത് തന്നിട്ടുണ്ട്. ആഡ് 27 + 34 + 62. അത് നിങ്ങൾ ചെയ്യേണ്ട. അത് മിസ് ഒന്നുകൂടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഹോംവർക്ക് ഉള്ളത്. ഡു ഇറ്റ് ടുഡേ സെൽഫ്. വൈകുന്നേരം ആവുമ്പോൾ മിസ് വിളിക്കാൻ നിൽക്കല്ലോ കേട്ടോ. ജസ്റ്റ് റൈറ്റ് HW എന്ന് എഴുതി വെച്ചോ. എന്നിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് അയച്ചു തരണം കേട്ടോ. ബാക്കിയുള്ളത് നമ്മള് മറ്റതിൽ 0 ആഡ് ചെയ്യാനുള്ളതായിരുന്നു. ഇതിലല്ല, ഇതിൽ നമ്മൾ 3ഉം ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. Go and have your lunch. Thank you, miss. Yes, thank you.